ഇന്ന് ഒന്നാം ഓണം. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളിയൊക്കെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയിലേക്കുള്ള ഇറച്ചി കഴുകി വെറ്റി വെച്ചതാണ്. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കുഴക്കുകയാണ്. ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ അതേ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് മാത്രമുള്ളതല്ല, അവിടെ നമ്മൾ 2-3 വീട്ടിൽ നമ്മുടെ കാസ്റ്റ് അല്ല ഉള്ളത്, മുസ്ലിം കാസ്റ്റ് ആണ്. അപ്പോൾ അവരുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ വിശേഷ ദിവസങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് പാചക ഏട്ടൻ്റെ വകയാണ്. അപ്പോൾ അതേ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ടത് നമുക്കിത് നന്നായിട്ട് കുഴയ്ക്കാം. അപ്പോൾ നന്നായി കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് കഴിക്കുന്നത്. ആദ്യം വലിയൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മിക്സിയിൽ അരച്ചതാണ് അത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ അതേ ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വാടിയപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് വേണം, ഇച്ചിരി മുളക് പൊടി ഉള്ളു, മുളക് പൊടിയൊക്കെ വേണം. നമ്മൾ ഇതിലേക്ക് കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് ഇറച്ചിയിൽ തേച്ച് പിടിപ്പിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി മുളക് നമ്മൾ കറിയിലേക്കാക്കി ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കട്ടോ, നല്ലോണം വേവിക്കട്ടെ. ഇനി എരിവില്ലെങ്കിൽ നമുക്ക് പാകാക്കി കൊടുക്കണം. അല്ല അപ്പം അതിലേക്ക് നമ്മൾ ഒരു 4 തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, വലിയ 4 തക്കാളി. കറിയൊക്കെ നല്ലോണം തിളച്ച് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3-4 തക്കാളിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മിക്സിയിലിട്ടിട്ട് അടിച്ച് വേവിച്ചിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ചാൽ കറി നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അതേ കറി ആയിട്ടുണ്ട്. ഇറച്ചി മസാലപ്പൊടിക്ക് വേണ്ടല്ലേ. അപ്പോൾ അതേ കറി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി മല്ലിയച്ചപ്പ് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറവിടണം കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ കറി ആയിട്ടോ.